വെൽക്കം ബാക്ക് ടു ജോലി ഡേയ്സ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൾസ്റ്ററ്റിലേക്കാണ്. പക്ഷേ ഹൾസ്റ്ററ്റിലേക്ക് പോകുന്ന റൂട്ട് തന്നെ സെൻറ്റ് ഗിൽഗൻ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ടൗൺ ഉണ്ട്. നമ്മളിപ്പോൾ ആ ടൗണിലും ജസ്റ്റ് ഒരു ഹോൾട്ട് അടിച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. പറ്റുവാണെങ്കിൽ അവിടെ കയറി ഫുഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം എന്നുള്ളതാണ് പ്ലാൻ. നമ്മൾ ഓൾറെഡി ഉണ്ടേഴ്സ്ബർഗ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഉണ്ടേഴ്സ്ബർഗ് എന്ന് പറഞ്ഞാൽ ആൽപ്സിൻ്റെ തന്നെ ഒരു അറ്റത്തുള്ളൊരു മലയാണ്. നമ്മളത് കേബിൾ കാർ വഴി പോയി മേളിൽ ഹൈക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണണേ. ഈ റൂട്ട് അടിപൊളിയാണ്. കുറേ ബൈക്കേഴ്സിനെയും കുറേ റോഡ് ട്രിപ്പിന് വന്ന ആൾക്കാരെയൊക്കെ കണ്ടു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. വിക്കി കാർ സീറ്റിൽ തീരെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പാല് കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് അവളെ എടുത്തു. പക്ഷേ അപ്പോൾ അവൾ പാലും കുടിക്കണ്ടായില്ല. അങ്ങനെ സീറ്റിൽ കിടന്ന് കുത്തിമറിയണയാണ് കാണുന്നത്. അപ്പം നമ്മൾ ഉണ്ടേഴ്സ്ബർഗ് ബാൻഡ് അവിടെ പോയിട്ട് മലയുടെ മേളിലൊക്കെ കയറി അവിടെ മേളിൽ മലയുടെ മണ്ടയ്ക്കിലൊക്കെ നടന്ന് നമ്മൾ താഴെ ഇറങ്ങി വന്നു കേബിൾ കാറിൻ്റെ അകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിടെ ഡയപ്പറൊക്കെ മാറ്റി ഇവക്ക് ജസ്റ്റ് പാലൊക്കെ കൊടുത്ത് പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വീട്ടിലേക്കൊക്കെ വീഡിയോ കോളൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒരു 45 മിനിറ്റ് ഉള്ളൂ. ഇപ്പം നമ്മൾ ഞാനേ മണ്ടൻ കൂടുള്ള നീ മണ്ടനെ നമ്മളെങ്ങനെ വളരൂടാ. ഒരു ചെറിയൊരു സിറ്റിയാണ്. പക്ഷെ ആ സിറ്റിയുടെ അവിടെ ഒരു ടോംബ് ഒരു പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഒരു ഭയങ്കര വലിയ ഒരു ലേക്ക് ഉണ്ട്. വുൾഫ്സ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് ഉണ്ട്. അതിൻ്റെ പരിസര പ്രദേശത്തായിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. നല്ല വാലീസ് ഉണ്ട്. പിന്നെ ഇത് മൊത്തം ഒരു മലയുടെ ചുവട്ടിലായിട്ടാണ് വരുന്നത്. അപ്പം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സിറ്റിയാണ്. അപ്പം നമ്മൾ അവിടെ കാണാൻ വേണ്ടി വന്നേക്കുമ്പോൾ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ടേക്കുക. അപ്പോൾ ബേബിനെ ജോബി എടുത്ത് പുറത്തേക്ക് ഇറക്കി. അവള് കുറച്ച് മുമ്പ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പാലൊക്കെ കുടിച്ച് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഹൈപ്പറായി ഉണ്ടായിരുന്നു ആള്. സീറ്റിലൊക്കെ മറ്റേ കാർ സീറ്റിൽ വെച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഇരുന്ന് ഇവിടെ എന്താണ് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുവായിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു വിധത്തിൽ എത്തിച്ചപ്പോൾ തന്നെ സീറ്റ് ബെൽറ്റിൽ നിന്ന് കാർ സീറ്റിൽ നിന്ന് എടുത്ത് ജോബിയുടെ കൊടുത്തു. ഇപ്പം അവിടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇറങ്ങാൻ പോകും. ഞാനിപ്പോൾ അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. നമ്മൾ സെൻറ്റ് ഗിൽഗൻ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയുടെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവുക. അടിപൊളിയാണ് കാണാൻ. വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കുക. ഇവിടെ ആക്റ്റീവായിട്ട് വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കണം. അത്യാവശ്യം നല്ല കൺസിസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാവേ. അവളിവിടെ കാറ് കൂവിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോബിയുടെ ഞങ്ങളുടെ നിഴൽ മാറിക്കൊണ്ടിരിക്കണ നിഴൽ കണ്ട് എക്സൈറ്റഡ് ആയിട്ടിരുന്ന് കൂവാണെന്നാണ് ജോബി പറയുന്നത്. ഒരു പ്രോപ്പർ വാലിയിലായിട്ടാണ് ഈ ടൗൺ വരുന്നത്. അവിടുത്തെ ആ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീല കളർ സ്കൈയും പിന്നെ ആ വെള്ളവും പിന്നെ ആ ഗ്രീനറിയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് കുറേ വണ്ടികൾ ഓരോ മലയുടെ ചുവട്ടിൽ നിർത്തിയിട്ടിട്ട് ഇവിടെ ടൗണിൻ്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. ശരിക്കും സിറ്റി കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ ഇതിൻ്റെ ഈ മലയുടെ ഏതൊരു മലയിലേക്ക് നമുക്ക് ആക്ച്വലി ഹൈക്ക് ചെയ്ത് കയറാൻ പറ്റും. പക്ഷേ അത് കുറച്ച് 830 meters ഹൈ ആയിട്ടുള്ളൊരു മലയാണ്. അതിൻ്റെ മേലിൽ നമുക്ക് ഹൈക്ക് ചെയ്ത് കയറാൻ പറ്റും. പക്ഷേ പിള്ളേർക്കൊക്കെ അത്യാവശ്യം കുറച്ചുകൂടെ പ്രായമുള്ള പിള്ളേർക്കൊക്കെ ഒരു അഡ്വഞ്ചറസ് ഹൈക്കായിരിക്കും എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കണേ. പക്ഷേ ഇങ്ങനെ ബേബിനെ വെച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട് അത്ര ഒരു അഡ്വഞ്ചറസ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതിനെ ഹൈക്ക് പിടിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു വ്യൂ പോയിന്റ് പോലെയാണ് ഇത് കൊടുത്തേക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് കാണാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ അല്ലാണ്ട് ഗൂഗിളിലൊക്കെ ഇമേജസ് കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു സൂംഡ് ആയിട്ടുള്ളൊരു പിക്ചറാണ്. കാണാൻ നല്ല ഭംഗിയാണ് ഗൂഗിൾ ഇമേജസിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ കാണാമെന്നുള്ള ഞാൻ ആ ഇമേജ് ആക്ച്വലി ഞാൻ വീഡിയോടൊപ്പം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് സെൻറ്റ് ഗിൽഗൻ്റെ ഗൂഗിൾ ഇമേജ്. അടിപൊളിയല്ലേ കാണാനായിട്ട്. ഇത് ആക്ച്വലി ശരിക്കും കാണാൻ അടിപൊളിയാണ്. പക്ഷെ വീഡിയോയിൽ അത് കിട്ടണ്ടോ എന്നുള്ള കാര്യം ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. അപ്പോൾ കണ്ട ഇവിടെ ഒരു പച്ച സാധനം കണ്ട ഒരു ടവർ പോലത്തെ അതൊക്കെ ആക്ച്വലി ആ പിക്ചറിൽ ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്. ഇവിടെ ഒരാൾ എക്സൈറ്റഡ് ആയിട്ട് കാർ കൂവിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. ഇങ്ങനെ ആൽപ്സിൻ്റെ നടുക്ക് ഒരു ലേക്കിൻ്റെ ചുറ്റും ഒരു സിറ്റി ആണ്.
കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിക്കണമെന്ന് നമ്മളൊന്ന് ആലോചിച്ചിരുന്നു. പിന്നെ വിചാരിച്ചു ഹൾസ്റ്ററ്റിൽ പോയി കഴിക്കാമെന്ന്. നമ്മളപ്പോൾ നേരെ ഹൾസ്റ്ററ്റിലേക്ക് പോവാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സെൻറ്റ് ഗിൽഗൻ. അതിൻ്റെ ടവറാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. ഈ ലേക്ക് വുൾഫ് ഗ്യാങ് എന്ന് പറഞ്ഞൊരു വലിയ ലേക്കാണ്. നല്ല ഭയങ്കര വലിപ്പമുള്ളൊരു ലേക്കാണ്. ഇതിൻ്റെ ചോട്ടിക്കിട അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഓൾമോസ്റ്റ് കുറേ ട്രാവൽ ചെയ്തത്. ഈ റൂട്ട് അടിപൊളി റൂട്ടാണ്. കുറേ ബൈക്കേഴ്സിനെയും അതുപോലെ തന്നെ റോഡ് ട്രിപ്പ് നടത്തുന്ന കുറേ ആൾക്കാരെയും കണ്ടു. ഈ ബൈക്കേഴ്സൊക്കെ പോകുമ്പോൾ അവർ ഒരുമിച്ച് പോവുകയാണ് ചെയ്യണേ. ഈ ഒരുമിച്ച് പോയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുമ്പോൾ കൈയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു നല്ലൊരു യൂണിറ്റി അതിൽ കാണാൻ പറ്റി. നല്ല സീനിക് റൂട്ടാണിത്. നമ്മളിപ്പോൾ സെൻറ്റ് ഗില്ലൻ അവിടെ നിന്ന് നമ്മൾ നേരെ ഹൾസ്റ്റാറ്റിന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ബാക്കിലായിരുന്നു. അവൾ ഇപ്പോൾ ജസ്റ്റ് ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഫ്രണ്ടിലിട്ട് വന്നു. കാരണം ബാക്കിൽ മറ്റേ ഗ്ലാസ് ഡോറിൻ്റെ ഗ്ലാസ് ടിൻഡഡ് ആയതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബ്രൈറ്റ്നെസ് ശരിക്കും കാണാൻ പറ്റില്ല. അത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും സൈഡിലത്തെ ആ ടിൻഡഡ് ഗ്ലാസ് കൂടെ നോക്കുമ്പോഴും ആനയാട് പോലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഫ്രണ്ടോട്ട് കയറിയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു സ്ട്രെച്ച് പിടിക്കുമ്പോൾ അവൾ ഉറങ്ങുകയാണ്, അവൾ വലിയ കുഴപ്പമില്ലാത്ത സീനാണെങ്കിൽ ഞാൻ ഫ്രണ്ടോട്ട് കയറിയിരിക്കും. ഇൻ കേസ് അവൾ കുറച്ച് ക്രാങ്കി ആണെങ്കിൽ ജസ്റ്റ് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ബാക്കി പോകും. അപ്പോൾ നമ്മൾ ഹൾസ്റ്റാറ്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഈ പോകുന്ന റൂട്ട് തന്നെ നമുക്ക് കുറേ ബൈക്ക് റൈഡേഴ്സിനെയും ഒക്കെ കാണാൻ പറ്റും. പിന്നെ കുറേ ഹൈക്കേഴ്സും കുറേ മൗണ്ടൻ ക്ലൈംബേഴ്സും ഒക്കെ അവിടെ ഇവിടെയൊക്കെ നിർത്തുമ്പോൾ കാണാൻ പറ്റും. കാരണം ഫുൾ ചുറ്റും മലകളാണ്. അപ്പോൾ ആ മലയിൽ ക്ലൈംബ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ നല്ല സീനിക്കായിട്ടുള്ള നല്ല പിക്ചറിസ്റ്റിക് ആയിട്ടുള്ള വില്ലേജസും വാലീസും മൗണ്ടൻസും ലേക്സും ഒക്കെ അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ മറ്റേ റോഡ് ട്രിപ്പിന് വേണ്ടിയിട്ട് വരുന്ന റൂട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് വരുവാണെങ്കിൽ ഇത് റോഡ് ട്രിപ്പിന് ഒരു അടിപൊളി റൂട്ടാണ് ഞാൻ കണ്ടിടത്തോളം. കാരണം ഇങ്ങനെ സാൽസ്ബുർഗ്, സെൻറ്റ് ഗില്ലൻ, ഹൾസ്റ്ററ്റ് റൂട്ട്. അപ്പോൾ നമ്മൾ ഹൾസ്റ്ററ്റിലേക്ക് എത്തണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടിപൊളി റൂട്ടാണ്. ഹെവി ആട്ടോ. അപ്പോൾ ചുറ്റും മലയൊക്കെ ആയിട്ട് നല്ല പച്ച കളറിൽ സംഭവങ്ങൾ. പിന്നെ ഇവിടുത്തെ വെള്ളമൊക്കെ ലേക്കും സെൻറ്റിലൊക്കെ ആ വെള്ളത്തിന് പച്ച കളറാണ്. എനിക്ക് തോന്നുന്നു മേ ബി ആൽഗയുടെ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും. സാധാരണ നമ്മൾ വെള്ളത്തിനൊക്കെ ഒരു നീല കളറ് അല്ലെങ്കിൽ ഒരു ചെളിയുടെ കളറൊക്കെ അല്ലേ കാണുന്നത്. ഇത് പച്ച കളറ്. അപ്പോൾ അതും ഭയങ്കര ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ നൈസാണ്. അപ്പോൾ വിൻ്ററിൽ വരുമ്പോൾ വേറെ വൈബാന്ന് തോന്നുന്നു. പക്ഷേ സമ്മറിൽ വരുമ്പോൾ മൊത്തം പച്ച കളർ, മലകളൊക്കെ ഫുൾ പച്ച ഇതിലാണ് ഇരിക്കണേ. നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു ചെറിയൊരു സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു സെറ്റപ്പിൽ കാണാൻ ലുക്കായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ജൂബി കിടക്കാനായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി 27 മിനിറ്റോടെ ഉള്ളൂ ഹൾസ്റ്റാറ്റിന്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, ഹൾസ്റ്റാറ്റിൻ്റെ ഒരു മെയിൻ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വന്ന് വിചാരിക്കണേ. അപ്പോൾ അവിടെ നമുക്ക് സൺസെറ്റ് അവിടെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കണേ. അപ്പോൾ അവിടെ സൺസെറ്റ് കാണാൻ പറ്റുവാണെങ്കിൽ ആക്ച്വലി ഹൾസ്റ്ററ്റിൽ പിന്നെ അധികം പരിപാടികളുണ്ടോ എന്നുള്ളതൊന്ന് തപ്പി പിടിച്ച് കണ്ടുപിടിക്കണം. ഇൻ കേസ് അതില്ല, ആ ഒരു വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ ഹൾസ്റ്ററ്റിൽ നിന്നുണ്ട് എങ്കിൽ ഞങ്ങൾ നേരെ പോയിട്ട് അവിടെ സൺസെറ്റൊക്കെ കണ്ട് വില്ലേജൊക്കെ ശരിക്കും ഒന്ന് നടന്ന് കണ്ടിട്ട് ഇന്നിപ്പോൾ രാത്രി അവിടെ ഹൾസ്റ്ററ്റിൽ കിടന്നുറങ്ങി നമ്മൾ രാവിലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലം പിടിക്കും. പക്ഷേ ഇപ്പം ചെന്ന് നോക്കട്ടെ എന്തായാലും ഹൾസ്റ്ററ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. വേറെ എന്തെങ്കിലും പരിപാടികൾ അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കട്ടെ. എന്നിട്ട് നമ്മളന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യും നാളെ. ഇന്ന് ഇതും കൊണ്ട് നമ്മൾ ഹൾസ്റ്റാറ്റും കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി സമയം 6:20 6:23 എന്തായാലും മറ്റേ സൺസെറ്റ് വരണത് ഒരു 9 മണി 10 മണി കഴിഞ്ഞിട്ട് 10 മണി അടുത്തായിരിക്കും ഫോർ ഷുവർ. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ എന്തായാലും ഫുഡ് കഴിക്കണം. കാരണം ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് മഗ്ഡിയിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് രാത്രി നമുക്കൊരു അത്യാവശ്യം ഇവിടെ ഒരു ഓസ്ട്രിയൻ സ്റ്റൈലിൽ ഒരു ഡിന്നർ കഴിക്കാമെന്നാണ് ആലോചിക്കണേ. അപ്പം അങ്ങനത്തെ ഒരു ഇതും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഹൾസ്റ്ററ്റ് കാണാം. ഈ റൂട്ട് നല്ല ലെങ്ത്തുള്ള ടണൽസ് ഉണ്ടായിരുന്നു. 2-3 ടണൽസ് നമുക്ക് കാണാൻ പറ്റി. മാത്രമല്ല ഈ ഹൾസ്റ്ററ്റ് എന്ന് പറയുന്ന ഈ വില്ലേജ് 2-3 മലകളുടെ ഇടയ്ക്കായിട്ടാണ് ഈ വില്ലേജ് വരുന്നത്. അപ്പോൾ ഈ മലകൾ തുരന്നിട്ടുള്ള ടണൽസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫുൾ ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് ആ ഹൾസ്റ്ററ്റിലേക്ക് ഇറങ്ങുന്നതിൻ്റെ അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ടണൽ. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ നൈസായിട്ട് ഹൾസ്റ്ററ്റിലെത്തി വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് ആ വ്യൂ പോയിന്റിലേക്ക് നടക്കുന്നതാണ് ഈ കാണുന്നത്. ഈ നടക്കുന്ന വഴിയാണ്
ആണെങ്കിലും കാണാനായിട്ട് അടിപൊളിയാണ്. സൈഡിലുള്ള വീടുകളിലാണെങ്കിലും നല്ല കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഈ ലേക്ക് ആണെങ്കിലും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു. ഈ ലേക്കിൻ്റെ ചോട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വില്ലേജിന് ചുറ്റും മലകളാണ്. അതുകൊണ്ട് തന്നെ സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ കിട്ടുമെന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം ഫുൾ മലയെന്നറിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ സൺസെറ്റും സൺറൈസും ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ആക്ച്വലി ഞങ്ങൾക്കത് കാണാനും പറ്റിയില്ല. കാരണം ഓൾറെഡി ഞങ്ങൾ രാത്രി ആയതിനു ശേഷമാണ് ഇവിടെ നിന്ന് തിരിച്ചു പോയത്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. ഈ എൻറ്റയർ വില്ലേജിലെ എല്ലാ വീടുകളും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം ഇങ്ങോട്ടേക്ക് ഇവിടെ താമസിക്കുന്ന പ്രൈവറ്റ് ആൾക്കാർക്ക് മാത്രമാണ് ആക്സസ് ഉള്ളൂ. നമുക്ക് വണ്ടിയൊന്നും ഇങ്ങോട്ടേക്ക് ഇറക്കി കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ഈ വീടുകളൊക്കെ ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതേ രീതിയിൽ സംരക്ഷിച്ചു പോരുന്നതാണ്. ഈ ലേക്കിലാണെങ്കിലും കുറേ സ്വാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ സ്വാൻസിൻ്റെ അടുത്തൊക്കെ പോയി നിന്നായിരുന്നു. അവർ ഫുഡൊക്കെ പ്രതീക്ഷിച്ച് നമ്മുടെ അടുത്തേക്ക് നീന്തി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. മാത്രമല്ല ഈ വഴി പോകുമ്പോഴൊക്കെ നമുക്ക് കാണുന്ന റെസ്റ്റോറൻറ്റ്സൊക്കെ ഈ ലേക്കിൻ്റെ ഷോറിലായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് ഓസ്ട്രിയൻ ഫുഡിനേക്കാളും കുറച്ചും കൂടെ ആ ലേക്കിൽ നിന്ന് തന്നെ പിടിക്കുന്ന ഫിഷിൻ്റെയും അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഫുഡൊക്കെയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ആ രീതിയിലുള്ള മെനു ആയിരുന്നു ഞങ്ങൾ നോക്കിയപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അടിപൊളിയല്ലേ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ സൈഡിൽ തന്നെ വാട്ടർഫോൾ ഒരെണ്ണമുണ്ടായിരുന്നു, അതും കാണാൻ അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ വീഡിയോ എടുക്കുന്ന പോയിന്റ്, അല്ലെങ്കിൽ ഹൾസ്റ്ററ്റിൻ്റെ മെയിൻ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് എന്താ പറയണേ, നമ്മുടെ ഈ നോട്ട്ബുക്കിൻ്റെ ബാക്കിലൊക്കെ കാണുന്ന പോലെ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു പിക്ചറിന് പറ്റിയിട്ടുള്ളൊരു ഫ്രെയിമായിരുന്നു. ഇപ്പോൾ കണ്ടതാണ് ഇവിടുത്തെ ഹൾസ്റ്ററ്റിലത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പോസ്റ്റ് കാർഡിലും അങ്ങനെ എല്ലാത്തിലുള്ള ആ ഒരു പിക്ചർ. അവരവിടെ സൈലൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, മൊമെൻ്റ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ആ ഒരു ഭയങ്കര മൗണ്ടനും ലേക്കും നല്ല രസമുള്ള വീടുകളും എല്ലാം കൂടെ ആ നേച്ചറിൻ്റെ ഒരു ഭംഗി സൈലൻ്റായിട്ടൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള സ്പോട്ടാണ്. കുറേ ആൾക്കാർ വന്ന് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ ഓസ്ട്രിയാന്ന് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടല്ല ഈ പിക്ചർ, ഹൾസ്റ്ററ്റിൻ്റെ പിക്ചർ വരാറുണ്ട്. നല്ല രസമാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു സോൾട്ട് മൈനും കൂടെ ഉണ്ട് ഹൾസ്റ്ററ്റ്. പക്ഷേ അവിടുന്ന് താഴേക്ക് ഈ മൈൻ്റെ ഉള്ളിക്കിടെ തന്നെ നമുക്ക് ഭയങ്കര സ്പീഡിൽ മറ്റേ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ വരാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ ബേബീനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോകണില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഈ ഹൾസ്റ്ററ്റിന് ഫേമസ് ആയിട്ടുള്ള എൻ്റെ കമ്മലാണ്. അപ്പോൾ ഇത് ഹൾസ്റ്ററ്റിന് ഫേമസ് ആയിട്ടുള്ള ആ മൈനിൽ നിന്നുള്ള സോൾട്ട് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. നമുക്ക് പോകണമെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ കയറിയിട്ട് ആ സോൾട്ടും കൂടെ മേടിച്ചിട്ട് പോകാം. നമുക്ക് അവിടെ നാട്ടിലുള്ള മീൻ ബെർലിനിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ. സ്നേഹിച്ച് കൊല്ലുക. അപ്പോൾ ഈ ഹൾസ്റ്ററ്റ് വില്ലേജിൽ വണ്ടിയൊന്നും കടത്തി വിടത്തില്ല. അപ്പോൾ നമ്മുടെ പോലീസ് വണ്ടി, ആംബുലൻസ് അതല്ല, അല്ലാണ്ട് വണ്ടിയൊന്നും കടത്തി വിടത്തില്ല. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളൊരു നിയർലി 10 minutes സംതിങ് വോക്കുണ്ട്. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേക്കണേ. അപ്പോൾ ഇപ്പം ആക്ച്വലി ഓഫ് സീസണാണ്, സീസൺ ടൈമല്ല. മാത്രമല്ല ഈ ടൈമും അത്ര ഒരു പ്രൈം ടൈമല്ല. ഞങ്ങളിപ്പോൾ വന്നേക്കണത് നിയർലി ഇപ്പോൾ സമയം 8 മണിയായി. ഇപ്പോൾ പ്രൈം ടൈമല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവുണ്ട്. വലിയ റഷൊന്നുമില്ല. സമാധാനമായിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മളിനി വണ്ടിയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡും കൂടെ കഴിക്കും. ഈ പാസേജ് തന്നെയുണ്ട് ഹൾസ്റ്ററ്റ്. ഇവിടെ തന്നെ കയറി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കൂടെ കഴിക്കുമായിരിക്കും. പിന്നെ നമുക്ക് സോൾട്ട് മേടിക്കണം. ജോബി ബേബിനെ എടുത്തുകൊണ്ട് പോകണം. ഓ മൈ ഗോഡ്, വണ്ടിയില്ലാന്ന് പറഞ്ഞേ ഉള്ളൂ. അതിൻ്റെ പുറകെ ദാണ്ട വരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കണം? ചിലപ്പോൾ വണ്ടി ഉണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇവിടുത്തെ നേറ്റീവ് ആൾക്കാരുടെ പ്രൈവറ്റ് വണ്ടിയായിരിക്കും. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രൈവറ്റ് വണ്ടി മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ ഹൾസ്റ്ററ്റിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ വണ്ടിയായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഭാഗ്യമല്ലേ, നൈസായിരിക്കും. ഈ വില്ലേജ് കാണാൻ അടിപൊളിയാണ്. 1000 വർഷങ്ങൾക്ക് മേളിൽ പഴക്കമുണ്ട് ഈ വില്ലേജിന്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തം ട്രഡീഷണൽ ആർക്കിടെക്ചറാണ്. ഈ വില്ലേജിൽ 700 ആൾക്കാരാണ് നേറ്റീവായിട്ട് താമസിക്കുന്നുള്ളൂ. മാത്രമല്ല ഓസ്ട്രിയയുടെ ജർമ്മൻ സ്പീക്കിംഗ് ഏരിയയിലുള്ളതാണ് ഈ ഹൾസ്റ്ററ്റ്.
ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. മോസും അതുപോലെ തന്നെ ഫേണൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല രസമുള്ള ഒരു ക്രിയേഷനാണ് ഇത്. കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതിങ്ങനെ കുറേ വീടുകളിൽ ഞാൻ ഇതുപോലെ അവർ മോസൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. നല്ല രസമായിരുന്നു കാണാൻ. അല്ല ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്നു വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. നമ്മൾ സോൾട്ട് മൈൻ്റെ അവിടെ കയറണം എന്ന് വിചാരിച്ചു, അല്ല സോൾട്ട് മേടിക്കാൻ വേണ്ടി കയറണം എന്ന് വിചാരിച്ചു. പക്ഷേ കട അടച്ചു, അപ്പം ഇനി പറ്റത്തില്ല. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുക ഇവിടെ. ഫുഡ് കഴിച്ചിട്ട് നമ്മളിനി നേരെ നമ്മുടെ സ്റ്റേയിലേക്ക്. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഒന്ന് ഗുലാഷ് സൂപ്പും ഒന്ന് കൊറല്ലെ ഫിഷ് ഗ്രില്ല് ചെയ്തതുമാണ്. ജോബിക്ക് രണ്ടും അത്ര താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു ഭംഗിയാണ്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ലോള ഫുഡായിരുന്നു. ഫിഷും സൂപ്പ് നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ വളരെ ക്വാണ്ടിറ്റി കുറവായിരുന്നുണ്ട്, വയറൊന്നും നിറഞ്ഞില്ല. പക്ഷേ ഇപ്പോഴത്തേക്ക് സന്ധ്യ ആയിട്ടുണ്ട്. സന്ധ്യ ആയപ്പോഴത്തേക്ക് കണ്ടോ ഈ സ്ഥലത്തിന് ഏകദേശം ഇങ്ങനെ ഒരു ലുക്കാണ്. എപ്പോഴും ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നു. സന്ധ്യ ആകുമ്പോഴൊരു പ്രത്യേക ഭംഗിയുണ്ട്. എനിക്ക് തീരെ മനസ്സിലാവാത്തൊരു കാര്യമാണ്, ഒരു റോസയിൽ എങ്ങനെയാണ് ഇതിന് മാത്രം പൂവുണ്ടാവുന്നതെന്നുള്ളത്. കണ്ട് റോസ ഫുൾ ഒരു ലോഡ് പൂവാണ്. ഈ വർഷം ഒരു ലോഡ് ചെടികൾ കണ്ടു ഇങ്ങനെ. ഐ മീൻ കുറേ ചെടികൾ കണ്ടു ഇങ്ങനെ നിറച്ച് പൂക്കളായിട്ട്. എന്ത് രസമാണ് കാണാനെന്നറിയോ, ഒരു രക്ഷയില്ല. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ അമ്മമാരൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ വന്ന് ഒരു തണ്ട് തരുമോയെന്ന് ചോദിച്ച് തണ്ടൊക്കെ ചോദിച്ച് പോയനെ. പക്ഷെ നമ്മൾ നട്ടാലൊന്നും ഇതുപോലെ പോരുമെന്ന് എനിക്ക് ഡൗട്ടാണ്. എന്ത് ഭംഗിയല്ലേ, നല്ല രസമുണ്ട്. അത് ആ പിങ്ക് റോസയുടെ കളർ ഒരു പ്രത്യേക കളർ, സൈസ് വയലറ്റ് പോലത്തെ സൈസ് കളർ. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കളർ തന്നെ. നല്ല ആന പോലെ ഇരിക്കണം പൂക്കൾ. നൈസ്. അപ്പോൾ ഹൾസ്റ്റാറ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് പോയി. ഹൾസ്റ്റാറ്റിൽ നിന്ന് അധികം ദൂരം ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാത്രിയാണ് സ്റ്റേയിലേക്ക് എത്തിയത്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു സ്റ്റേയിലേക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ റൂമെത്തി. ഒരു ചെറിയ സ്റ്റേ ആണ്. ഓൾറെഡി ഉറക്കായിരുന്നു, ഇപ്പം ജസ്റ്റ് കണ്ടു തുറന്നു. ഇങ്ങനെ ഒരു ജസ്റ്റ് അത്യാവശ്യ സാധനങ്ങൾ മാത്രമായിട്ടുള്ളൊരു സ്റ്റേ. എയർബിൻബി അല്ല, Booking.com ബുക്ക് ചെയ്താൽ റൂമുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ കോഫിക്കും കിറ്റിലും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു അലമാരിയും പിന്നെ ബാത്റൂം. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഹൾസ്റ്റാറ്റിലെ മെയിൻ വ്യൂ പോയിൻ്റ്, ആ സിറ്റിയും ആ വില്ലേജും സംഭവങ്ങളൊക്കെ നമ്മൾ മുഴുവൻ നടന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത ഹൾസ്റ്റാറ്റിലുള്ള സംഭവം ഒന്ന് സോൾട്ട് മൈനും പിന്നെ ഒന്ന് പനോരമിക് വ്യൂ ആണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനോരമിക് വ്യൂവിന് 43 യൂറോയാണ് പെർ ഹെഡ്. അത് ആ കാശ് നിങ്ങൾ മുടക്കാൻ വേണ്ടി തയ്യാറല്ല. പിന്നെ വേറെ കൺട്രീസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പനോരമിക് വ്യൂ പിടിക്കുന്നില്ല. പിന്നെ ഉള്ളത് സോൾട്ട് മൈനാണ്. സോൾട്ട് മൈൻ്റെ കേസിൽ അവിടെ ഉള്ള ഒരു ഫണിക്കുലാർ ഒരു റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് കയറിയിട്ട് വേണം ഈ സോൾട്ട് മൈൻ സംഭവം ബാക്കി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഒരു അഡ്വഞ്ചർ റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ ആ റൈഡ് നമുക്ക് ബേബിയായിട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോൾട്ട് മൈൻ പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഹൾസ്റ്റാറ്റ് ഇതോടുകൂടി നമ്മൾ റാപ്പപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഏറെക്കുറെ നമ്മളിപ്പോൾ ഓസ്ട്രിയ ഫുള്ളപ്പോൾ റാപ്പപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഓസ്ട്രിയയിൽ നമ്മൾ മെയിൻ സ്ഥലങ്ങളൊന്നും കാണാനില്ല എന്നല്ല, നമ്മുടെ പ്ലാനിലില്ല. ഇനി നമ്മൾ നേരെ വിടാൻ പോകുന്നത് ഇങ്ങോട്ടൊക്കെയാണ്, സ്ലൊവേനിയക്കാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് സ്ലൊവേനിയക്ക് പോവും. ഈ ബുക്കിങ്ങിൻ്റെ അകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണോ എന്ന് ഡൗട്ടാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം, ക്ലാരിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് സെറ്റാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും. ഇല്ലെങ്കിൽ നമ്മൾ ഓൺ ദ വേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ മോർണിംഗ് സ്ലൊവേനിയക്ക് പോകും. അപ്പോൾ ഈ വീഡിയോ ഇതും കൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്യാണ്. അവിടെ ബേബി ഓൾറെഡി കിടന്നുകൊണ്ട് കംപ്ലയിൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചാനലിലിരുന്നുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.
അപ്പം ഞങ്ങൾ പോയി ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷായി നേരെ കിടന്ന് ഉറങ്ങാൻ പോവാം കേട്ടോ. ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ. അവിടെ ഒരാൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പാല് കുടിക്കാനും ഡയപ്പർ മാറാനൊക്കെ ആയിട്ട്. ഞാൻ പോകുന്നു. ബൈ ബൈ.